ഇനിയും ഏതെങ്കിലും തരത്തിലുള്ള പിന്തിരിയൽ മാർഗങ്ങൾ അവർ സ്വീകരിച്ചാൽ, മുടന്തൻ വർത്തമാനങ്ങൾ പറഞ്ഞാൽ വലിയ വില നൽകേണ്ടി വരും. നരകത്തിൽ അതിനുള്ള മറുപടി നൽകേണ്ടി വരും. സ്വന്തം നന്മയ്ക്കായി, മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഇതിൽ ഒപ്പിടുകയല്ലാതെ മറ്റു മാർഗങ്ങൾ ഹമാസിന് മുന്നിലില്ല. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവസാന നരനായാട്ടിനായി ഇസ്രയേലും തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഹമാസിനെതിരെ അതിശക്തമായ ഭീഷണി തന്നെയാണ് ട്രംപും അതുപോലെ തന്നെ നെതന്യാഹുവും ഉയർത്തുന്നത്. ഇതിനെല്ലാവിധ മൗന അനുവാദങ്ങളുമായി ഇത്രയും നാൾ അവരെ പിന്തുണച്ച പല അറബ് രാജ്യങ്ങളും ട്രംപിന് പിന്നിൽ, നെതന്യാഹുവിന് പിന്നിൽ അണിചേരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇസ്ലാമിക രാജ്യങ്ങൾ അടക്കം പിന്തുണച്ചത് അമേരിക്കയ്ക്ക് വലിയ കരുത്താകുമ്പോൾ ഹമാസിന് വലിയൊരു തിരിച്ചടിയായത് മാറുകയാണ്. സൗദി അറേബ്യ തന്നെ അമേരിക്കയുമായി സഹകരിക്കാൻ, ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ തയ്യാറാണെന്ന് തുറന്നറിയിച്ചിരിക്കുന്നു. അങ്ങനെ ഈ നയതന്ത്ര ശ്രമങ്ങൾ വിജയം കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇസ്രയേൽ ഹമാസ് സംഘർഷം അത് അവസാനിക്കാനായി പോകുന്നു. ഗാസ സമാധാന കരാർ അംഗീകരിച്ചില്ലെങ്കിൽ ഹമാസിന് നരകത്തിൽ ഇതിനുള്ള വില നൽകേണ്ടി വരുമെന്ന താക്കീതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏറ്റവും ഒടുവിലായി നൽകിയിരിക്കുന്നത്. ഇനി ഇതിനെ തടയാനായി ആർക്കും തന്നെ കഴിയില്ല, ഹമാസിന് ഒഴികെ. കാരണം മറ്റുള്ളവരൊക്കെ തന്നെ ഇതിന് സമ്മതം മൂളിക്കഴിഞ്ഞിരിക്കുന്നു. ഏവർക്കും ശരിയായ നടപടിയെന്ന് തോന്നൽ മനസ്സിലുണ്ടാകുന്നു. അങ്ങനെ പശ്ചിമേഷ്യയിൽ ശാശ്വതമായൊരു സമാധാനമെന്ന തൻ്റെ പദ്ധതി, അതിൻ്റെ ഭാഗമായി ഗാസ താൽക്കാലികമായി ഭരിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ കരാറിനോട് ഹമാസ് അനുനയപൂർവ്വം പ്രതികരിക്കാൻ തയ്യാറാകില്ല എന്ന് തന്നെയാണ് ഏവരും പറയുന്നത്. അങ്ങനെ സമാധാന കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഹമാസ് അവരുടെ സ്വന്തം നന്മയ്ക്കായി ഒപ്പിടുക ശരിക്കും മഹത്തായ എന്തെങ്കിലും സൃഷ്ടിക്കുകയും ചെയ്യുമെന്ന് താൻ പ്രതീക്ഷിക്കുന്നുവെന്ന് ട്രംപ് പറയുന്നു. വെർജീനിയയിലെ ക്വാണ്ടിക്കോയിൽ US ജനറൽമാരോടും അഡ്മിറൽമാരോടും സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. ഹമാസ് ഭീകരർ 20 നിർദ്ദേശങ്ങളടങ്ങിയ സമാധാന പദ്ധതിയിൽ ഇനിയും ഒപ്പുവെച്ചില്ലെങ്കിലും അവർ കരാർ അംഗീകരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന. സമാധാന ചർച്ചകളിലെ മധ്യസ്ഥരായ ഈജിപ്തിനോടും ഖത്തറിനോടും ഇന്ന് പദ്ധതിയോടുള്ള പ്രതികരണം അറിയിക്കുമെന്ന് ഹമാസ് വൃത്തങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞു. രണ്ട് കൂട്ടരും ഈ സമാധാന ഉടമ്പടിയിലെ വ്യവസ്ഥകൾ അംഗീകരിച്ചാൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഉടൻ തന്നെ ആഹ്വാനം ചെയ്യും. മറ്റു മാർഗങ്ങളൊന്നും മുന്നിലില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇത് ഈ നിമിഷം അവസാനിപ്പിക്കാനായി സാധിക്കും. ഈ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഗാസയിൽ നിന്നും ജനങ്ങൾ വിട്ടുപോകേണ്ടതില്ല. അവശേഷിക്കുന്ന ബന്ദികളെ കേവലം 72 മണിക്കൂറിനകം തന്നെ മോചിപ്പിച്ച് പുറത്തേക്ക് വിടണം. ഇനി ഒരു ദിവസം പോലും അവരെ ബന്ദികളാക്കാൻ പാടില്ല. അത്തരത്തിലുള്ള ബന്ദികളെ വിട്ടയച്ചാൽ പകരമായി ഏകദേശം 20ഓളം ബന്ദികൾ ജീവനോടെ ഉണ്ടെന്ന് കരുതുന്നു. പകരം 250 പലസ്തീനികളെ ഇസ്രയേൽ മോചിപ്പിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള 20ഓളം നിർദ്ദേശങ്ങൾ ഈ കരാറിൽ പറഞ്ഞിരിക്കുന്നു. ഹമാസിന് അംഗീകരിക്കുകയല്ലാതെ മറ്റ് നിർവാഹമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഹമാസിന് വലിയ തലവേദനയാകുന്നത് അവരുടെ ഭീകര പ്രവർത്തനം ഇനി തുടരാനായി കഴിയില്ല. അവിടെ ഒളിച്ചിരുന്നുള്ള ആക്രമണങ്ങൾ നടത്താൻ കഴിയില്ല. മനുഷ്യകവചമാക്കി സാധാരണ ജനങ്ങളെ ഉപയോഗിക്കാനായി കഴിയില്ല. ബന്ദിമോചനം, ഗാസയിൽ നിന്നുള്ള ഇസ്രയേലി പിന്മാറ്റം, ഹമാസിന്റെ കീഴടങ്ങൽ, പലസ്തീൻ പ്രദേശം താൽക്കാലികമായി ഭരിക്കുന്നതിന് രാഷ്ട്രീയേതര സമിതി രൂപീകരണം, ഗാസയ്ക്കുള്ള മാനുഷിക സഹായങ്ങൾക്കുള്ള പദ്ധതി, അങ്ങനെ പലവിധ പദ്ധതികളാണ് ഈ കരാറിൽ പറയുന്നത്. അതൊക്കെ തന്നെ ഗാസയുടെ പുനർനിർമ്മാണത്തിന് ഉതകുന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇതുകൂടാതെ ഈ കരാറിനെ കുറിച്ച് ആലോചിക്കാൻ ഹമാസിന് കൂടുതൽ സമയം നൽകുമെന്ന കാര്യം നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. ഒരു കാരണവശാലും ഇതിന് ഒരു നിമിഷം പോലും അധികമായി നൽകുന്നില്ല. കാരണം ഇതിനു വേണ്ടി 3-4 ദിവസം മാത്രമാണ് നിങ്ങൾക്കായി നൽകുന്നത്. അതിനപ്പുറത്തേക്ക് ഹമാസ് പോകേണ്ടതില്ല. കരാർ അംഗീകരിച്ചില്ലെങ്കിൽ അത് വളരെ ദുഃഖകരമായ ഒരു അന്ത്യത്തിലേക്ക് എത്തിച്ചേരുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് ട്രംപ് തന്നെ തുറന്നടിച്ചിരിക്കുകയാണ്. അതായത് ആ ദുഃഖം ഹമാസിന് മാത്രമായിരിക്കും, മറ്റുള്ളവർക്ക് സന്തോഷം നൽകുന്ന ഒരു തീരുമാനവും. യൂറോപ്പിലെയും പശ്ചിമേഷ്യയിലെയും നേതാക്കൾ ഈ കരാറിനെ ഇരു കൈയും നീട്ടി സ്വാഗതം ചെയ്തിരിക്കുകയാണ്. ട്രംപിന്റെ നേതൃത്വത്തെയും ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥമായ ശ്രമങ്ങളെയും സൗദി അറേബ്യ, ഖത്തർ, ഈജിപ്ത്, ജോർദൻ, തുർക്കി, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, ഇന്ത്യ എന്നീ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ പ്രസ്താവനയിലൂടെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അറേബ്യൻ രാജ്യങ്ങൾ വ്യക്തമായി ഈ വിഷയം എടുത്തു പറയുന്നു. ഇന്ത്യ ഇരുകൈ നീട്ടി ഇതിനെ സ്വീകരിക്കുന്നു. ഇസ്രയേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിന്റെ ചില ഭാഗങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പലസ്തീൻ അതോറിറ്റി പോലും ഈ പദ്ധതിയെ കയ്യും നീട്ടി സ്വീകരിക്കുന്നു. ഈ മേഖലയിൽ സമാധാനം കൈവരിക്കുന്നതിൽ അമേരിക്കയുമായുള്ള പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം അവർ എടുത്തു പറയുന്നുണ്ട്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറും ഈ പദ്ധതിയെ ഇരു കൈയും നീട്ടി സ്വാഗതം ചെയ്യുകയാണ്.
എല്ലാ കക്ഷികളും ഒത്തുചേരാനും ഈ കരാർ അന്തിമമാക്കാനും അത് യാഥാർത്ഥ്യമാക്കാനും അമേരിക്കൻ ഭരണകൂടവുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ പദ്ധതിയോട് ഇപ്പോൾ ഹമാസ് യോജിക്കുന്നു. ആയുധങ്ങൾ താഴെ വെച്ച് ഇനി മറ്റുള്ള ശേഷിക്കുന്ന ബന്ദികളെ മോചിപ്പിച്ച് ഇതിന് പൂർണ്ണ പരിഹാരം കണ്ടെത്തണമെന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ചൂണ്ടിക്കാണിക്കുന്നത്. ട്രംപ് വെച്ചിരിക്കുന്ന പദ്ധതി അത് വളരെ മികച്ചതാണ്. ആ പദ്ധതി എല്ലാവർക്കും ഒരുപോലെ ഗുണം ചെയ്യുക മാത്രമേ ഉള്ളൂ. ആ സമാധാന പദ്ധതിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്യുകയും ചെയ്തു. വിജയിക്കാനിടയുള്ള പദ്ധതികളാണിതെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. പലസ്തീനികൾക്കും ഇസ്രയേലികൾക്കും പശ്ചിമേഷ്യയ്ക്ക് ആകമാനം തന്നെയും ദീർഘകാല സമാധാനവും സുരക്ഷയും വികസനവും ഉറപ്പാക്കുന്ന ഒരു വലിയ പദ്ധതി. ഈ സമഗ്രമായ പദ്ധതിയിലൂടെ ഇത് സാധിക്കുമെന്ന പ്രതീക്ഷ അദ്ദേഹം തന്നെ എടുത്തു പറഞ്ഞു. എല്ലാ കക്ഷികളും ഈ ഉദ്യമത്തിനൊപ്പം ഒന്നിച്ച് നിൽക്കുമെന്നും പ്രധാനമന്ത്രിയുടെ പ്രതീക്ഷ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാനും ബന്ദികളെ മോചിപ്പിക്കാനും ആവശ്യമായിട്ടുള്ള എല്ലാ ശ്രമങ്ങൾക്കും സഹായം നൽകാൻ തങ്ങൾ തയ്യാറാണെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പറഞ്ഞിട്ടുണ്ട്. ഇറ്റലിയുടെ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും സമാധാന കരാറിനുള്ള പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇസ്ലാമിക രാജ്യങ്ങളടക്കം ഈ കരാറിനെ അംഗീകരിച്ചു കഴിഞ്ഞു. ട്രംപിനുള്ള ആത്മവിശ്വാസം 10 മടങ്ങായി വർദ്ധിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതുതന്നെയാണ്. ഇസ്ലാമിക രാജ്യങ്ങളെ ഒപ്പം നിർത്തിക്കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങളൊന്നും തന്നെ വിലപ്പോകില്ല. അതുകൊണ്ട് ഹമാസിന് ഇത് പൂർണ്ണമായും അംഗീകരിക്കുകയല്ലാതെ മറ്റു പോംവഴികളില്ലാതെയാകും. ഹമാസിന് മുന്നിലേക്ക് ഇപ്പോൾ വെച്ചിരിക്കുന്ന ഈ 20 ദിന സമാധാന പദ്ധതി അംഗീകരിച്ചാൽ പിന്നീട് എന്തായിരിക്കുമെന്ന കാര്യത്തിൽ പോലും തീരുമാനം കൈക്കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു. അതിന് മേൽനോട്ടം വഹിക്കാനായി മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറിനൊപ്പം താനൊപ്പം ഉണ്ടാകുമെന്ന് ട്രംപ് എടുത്തു പറഞ്ഞിരുന്നു. ഇനി ഹമാസ് ഇത് വിസമ്മതിക്കുകയാണെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് എന്തും തന്നെ ചെയ്യാനുള്ള പൂർണ്ണ അധികാരവും പിന്തുണയും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് പറയുന്നത്, ഹമാസിൻ്റെ മരണമണി മുഴങ്ങിയിരിക്കുന്നു. യാതൊരുവിധ പിന്തുണയും ഇല്ലാതെ ഇസ്രായേൽ നെതന്യാഹു ഇത്രയും വരെ എത്തിയെങ്കിൽ പാശ്ചാത്യ ശക്തികളുടെ പിന്തുണ കിട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഇനി ചെയ്യുക എന്നുള്ളത് സ്വപ്നം പോലും കാണേണ്ടതില്ല. അതുകൊണ്ട് ഹമാസ് ഇത് അംഗീകരിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അല്ലാത്ത പക്ഷം ഹമാസ് എന്ന വാക്ക് അടുത്ത വർഷം ഉച്ചരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരും. ഒരാളെപ്പോലും അവശേഷിപ്പിക്കില്ല എന്ന് നെതന്യാഹു കൊലവിളി മുഴക്കുകയാണ്. ഇനി പ്രധാനപ്പെട്ട 20 നിർദ്ദേശങ്ങൾ വളരെ വേഗത്തിലൊന്ന് ഓടിച്ചു നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തേത് ഗാസയെ തീവ്രവാദമുക്തവും അയൽ രാജ്യങ്ങൾക്ക് ഭീഷണിയാകാത്ത ഒരു മേഖലയാക്കി മാറ്റുക. അതായത് ഹമാസിൻ്റെ നിരായുധീകരണം അതല്ലെങ്കിൽ ഉന്മൂലനം. 2, ഇതുവരെ കൊടും ദുരിതം അനുഭവിച്ച ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടി അവിടെ പുനർവികസനം നടപ്പിലാക്കും. ഗാസ സിറ്റി പുനർനിർമ്മിക്കും. 3, ഇരുപക്ഷവും ഈ നിർദ്ദേശം അംഗീകരിക്കുകയാണെങ്കിൽ യുദ്ധം ഇപ്പോൾ അവസാനിക്കും. ബന്ദികളെ മോചിപ്പിക്കാനുള്ള സൗകര്യത്തിനായി ഇസ്രായേൽ സൈന്യം നിശ്ചിത അതിർത്തിയിലേക്ക് മാറും. ഈ സമയം വ്യോമാക്രമണങ്ങളും പീരങ്കി ആക്രമണങ്ങളും കരയാക്രമണങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ തരത്തിലുള്ള സൈനിക നടപടികളും നിർത്തിവെക്കും. കൂടാതെ സമ്പൂർണ്ണ പിന്മാറ്റത്തിനുള്ള വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നതുവരെ യുദ്ധമുന്നണികൾ സമാധാന സ്ഥിതിയിൽ തുടരും. 4-മതായി പറയുന്നത്, ഇസ്രായേലി കരാർ പരസ്യമായി അംഗീകരിച്ച് 72 മണിക്കൂറിനുള്ളിൽ ബന്ദികളെയെല്ലാം മരിച്ചവരുടെ മൃതദേഹങ്ങളെ അടക്കം തിരികെ നൽകും. 5, എല്ലാ ബന്ദികളെയും മോചിപ്പിച്ചു കഴിഞ്ഞാൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട 250 തടവുകാരെയും 2023 ഒക്ടോബർ 7-ന് ശേഷം തടവിലായ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 1700 ഗാസ നിവാസികളെയും ഇസ്രായേൽ മോചിപ്പിക്കും. തിരികെ ലഭിക്കുന്ന ഓരോ ഇസ്രായേൽ ബന്ദികളുടെയും മൃതദേഹങ്ങൾക്ക് പകരം മരിച്ച ഗാസക്കാരുടെ 15 മൃതദേഹങ്ങൾ ഇസ്രായേൽ വിട്ടുകൊടുക്കും. 6-മതായി പറയുന്നത്, എല്ലാ ബന്ദികളെയും തിരികെ കിട്ടിയാൽ സമാധാനപരമായി കഴിയാൻ തീരുമാനമെടുക്കുകയും ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന ഹമാസ് അംഗങ്ങൾക്ക് പൊതുമാപ്പ് നൽകും.